അഭിവന്ദരായ പിതാക്കന്മാരെ, വന്ദരായ കോറപ്പിസ്കോപ്പാച്ചന്മാരെ, റമ്പാച്ചന്മാരെ, വൈദികരെ, ശമാശന്മാരെ, സിസ്റ്റേഴ്സ്, കർത്താവിൽ വിശ്വാസികളെ, I would like to acknowledge the presence of the Ethiopian delegates in this holy feast of late lamented His Holiness Basilios Marthoma Matthews II. പരിശുദ്ധനായ മാത്യൂസ് ദ്വിതീയൻ ബാവായെ സ്മരിക്കുവാൻ തക്കവണ്ണം ലഭിച്ച ഈ അവസരം അതൊരു പുണ്യമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. വിവിധ സന്ദർഭങ്ങളിൽ ഇവിടെ പെരുന്നാളിനോടനുബന്ധിച്ചും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ആ പിതാവിനെ സ്മരിക്കുവാൻ തക്കവണ്ണം അവസരം ലഭിച്ചിട്ടുണ്ട്. നമുക്കേവർക്കും എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ വികാരമായിരിക്കുന്ന ഒരു ജീവിതമാണ്. അങ്ങനെ ഒരു ഓർമ്മയാണ് ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ച് മാത്യൂസ് ദ്വിതീയൻ ബാവ സ്വർഗോന്നതങ്ങളിലേക്ക് കടന്നുപോയത്. സമസ്ത മേഖലകളിലും, എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റേതായ ഓർമ്മ അത് പ്രത്യേകതയുള്ളതാണ് എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല എന്നെനിക്കറിയാം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെ എടുത്താലും സാമൂഹ്യ ജീവിതത്തെ എടുത്താലും സഭാജീവിതത്തെ എടുത്താലും ഏത് മേഖലകളിലും പകരം വയ്ക്കുവാൻ സാധ്യമാകാത്ത തരത്തിൽ ശ്രേഷ്ഠമായ ഓർമ്മ അവശേഷിപ്പിച്ചിട്ടാണ് ആ പിതാവ് കടന്നുപോയത്. ചില ചിന്തകൾ നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഓർമ്മ ദിനത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്നാമതായിട്ട് മാത്യൂസ് ദ്വിതീയൻ ബാവായെ സ്മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ, എൻ്റെ മനസ്സിൽ പ്രത്യേകം കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ വേദപുസ്തകജ്ഞാനമാണ്. വേദപുസ്തകജ്ഞാനം, വേദപുസ്തകം വായിക്കുന്നതിൽ, പഠിക്കുന്നതിൽ, ധ്യാനിക്കുന്നതിൽ, അത് മറ്റുള്ളവരോട് വിവരിച്ചു കൊടുക്കുന്നതിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം ഒരിക്കലും ആർക്കും വിസ്മരിക്കുവാൻ സാധിക്കുന്ന സംഗതിയല്ല. അദ്ദേഹത്തിൻ്റെ 70-ാം ജന്മദിനത്തിൽ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, വേദപുസ്തകത്തിലെ ഏറ്റവും സ്വാധീനിച്ച ഭാഗം ഏതാണെന്നുള്ളത്, ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഭാഗം ഏതാണ് എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞ മറുപടി, ദ ഹോൾ ബൈബിൾ ഈസ് യുണീക്ക്ലി ഇൻസ്പയർഡ് എന്നാണ്. ദ ഹോൾ ബൈബിൾ, അതിലൊരു പ്രത്യേക വാക്യം എടുത്ത് പറയാൻ എനിക്കില്ല എന്നാണ്. ദ ഹോൾ ബൈബിൾ ഈസ് യുണീക്ക്ലി ഇൻസ്പയർഡ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുടെ പ്രത്യേകതയും, പ്രത്യേകിച്ചും അച്ഛന്മാരൊക്കെ ഇരിക്കുന്ന അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് വേദപുസ്തക വാക്യങ്ങളുടെ കണ്ണി ചേർത്തുള്ള ഒരവതരണമാണ്. ഇല്ലസ്ട്രേഷൻസ് അല്ല കൂടുതൽ. പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞു, അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് വളരെ കോരിത്തെരിച്ച ഒരു അനുഭവമുണ്ട്. ബൈപ്പാസ് സർജറിയൊക്കെ കഴിഞ്ഞ് പൊതു ചടങ്ങുകളിലൊക്കെ സംബന്ധിച്ചു തുടങ്ങിയ സമയത്ത് ഡൽഹി ഭദ്രാസനത്തിലെ ചണ്ഡിഗഡ് പള്ളിയുടെ ജൂബിലിയിൽ സംബന്ധിക്കാൻ ഡോക്ടർമാരുടെ പ്രത്യേകമായ അനുവാദമൊക്കെ വാങ്ങിച്ചു വന്നു. ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ നിന്ന് പിറ്റേന്ന് വൈകിട്ട് വന്നു. പിറ്റേന്ന് രാവിലെയാണ് പോകുന്നത്, ചണ്ഡിഗഡിന് പോകുന്നത്. ജോബ് മാർ ഫിലിക്സിനോസ് തിരുമേനി അന്നുണ്ട്. തിരുമേനിയുടെ കൂടെ എവിടെ താമസിച്ച് ഞാൻ മറ്റെന്തോ ആവശ്യത്തിന് ഡൽഹി പോയി. ഞാനും അച്ഛനായിട്ട് അവിടെയുണ്ട്. അന്ന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാനും അതിലെ അംഗങ്ങളുമെല്ലാം കൂടെ മാത്യൂസ് ദ്വിതീയൻ ബാവായെ കാണാൻ വന്നു.
തിരുമേനി അവിടെ നേരത്തെ ഇൻഫോം ചെയ്തിട്ടൊന്നുമല്ല വന്നത്. ഡൽഹി ഭദ്രാസന കേന്ദ്രത്തിൽ അറിയിച്ച് അവർ വന്നതാണ്. രാത്രിയായി ക്ഷീണിച്ച്, വളരെയേറെ ക്ഷീണിച്ചാണ്, യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചാണ് വന്നിരിക്കുന്നത്. കേരളത്തിലെ പശ്ചാത്തലത്തിൽ, സഭയുടെ പശ്ചാത്തലത്തിൽ ഒക്കെ സംസാരിക്കാനായിട്ട് അവർ വന്നിരുന്നിട്ട് തിരുമേനിയോട് ചോദിച്ചു, കേരളത്തിലെ വിഷയങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അവർ തന്നെ പറഞ്ഞു, അത് പല രാജ്യക്കാരുണ്ടല്ലോ, പല സംസ്ഥാനക്കാരുണ്ടല്ലോ, ന്യൂനപക്ഷ കമ്മീഷൻ മെമ്പേഴ്സായിരിക്കുന്ന പല സംസ്ഥാനത്തിലെ ആൾക്കാരുണ്ട്, ഇവിടെ കേരളത്തിലുള്ളവരൊക്കെ ഉണ്ട്. കേരളത്തിൽ പല സഭകളുടെ തമ്മിലുള്ള സ്പർദ്ധയും വൈരാഗ്യവും അങ്ങനെയുള്ളതും കേസും കാര്യങ്ങളും എല്ലാം കോട്ട് ചെയ്തുകൊണ്ട് തിരുമേനി പരീക്ഷിക്കാൻ ചോദിച്ചു, തിരുമേനി, ഹു ഈസ് എ ക്രിസ്ത്യൻ? വാട്ട് ഈസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് എ ക്രിസ്ത്യൻ? തിരുമേനി പറഞ്ഞു, എ ക്രിസ്ത്യൻ ഈസ് സംബഡി who is chrismated. A Christian is somebody who is chrismated. അങ്ങനെ പറയുന്ന ഒരു ഡെഫിനിഷൻ ഞാൻ ആദ്യം കേൾക്കുക. അനോയിന്റ് ചെയ്യപ്പെട്ടവനാണ്, അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് ക്രിസ്ത്യാനി. അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട, അപ്പോസ്തല പ്രവർത്തികളിൽ നിന്നുള്ളത്, സുവിശേഷങ്ങളിൽ നിന്നുള്ളത്, പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ നിന്നുള്ളത്, യാതൊരു തയ്യാറെടുപ്പുമില്ലാതെ വളരെ പരീക്ഷീണനായിരിക്കുമ്പോൾ വേദപുസ്തകത്തിൽ നിന്ന് മാത്രം കോട്ട് ചെയ്ത് വളരെ ദീർഘമായിട്ട്, വളരെ സുദീർഘമായിട്ട് മാത്യൂസ് തിതിയൻ ബാവ അവരോട് സംസാരിക്കുന്നത് തൊട്ടപ്പുറത്തിരുന്ന് ഒരു കോരിത്തെരിപ്പോടെ ഞാൻ ശ്രദ്ധിക്കുവാനിടയായി. അത്രമാത്രം വേദപുസ്തകവുമായി ബന്ധപ്പെടുത്തി ഏത് കാര്യങ്ങളെയും, വിശ്വാസ സംബന്ധമായിട്ടുള്ള ഏത് കാര്യങ്ങളെയും വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുവാൻ, വേദപുസ്തക ജ്ഞാനത്തിൻ്റെ നിറവിൽ സംസാരിക്കുവാൻ, ഒരു നോട്ടും ഒന്നും വേണ്ടാതെ ഭംഗിയായിട്ട് സംസാരിക്കാൻ തക്കവണ്ണം അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അത്രമാത്രം വേദപുസ്തകം ഭംഗിയായിട്ട് പഠിച്ച്, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, each and every word in the Bible is uniquely inspired. അതിലെ ഓരോ വാക്യങ്ങളും എന്നെ വളരെ ഇൻസ്പയറിംഗ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എപ്പോഴും ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ ഈ വചന പഠനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ഒരു പദമുണ്ട്, മർമ്മം. കർത്താവ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, നീ ജനങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ഉപമകളായിട്ടാണല്ലോ പറയുന്നത്. ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഉപമകളൊന്നുമല്ല, പക്ഷെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഉപമകളായിട്ടാണ് പറയുന്നത്. അപ്പം കർത്താവ് പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ തിരിച്ചറിയാൻ തക്കവണ്ണം നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചിട്ടുണ്ട്, അവർക്കോ അത് ലഭിച്ചിട്ടില്ല. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ തിരിച്ചറിയാൻ ജ്ഞാനം ലഭിച്ചവരാണ് വേദപുസ്തകത്തിൽ നിന്നും ആ മർമ്മങ്ങളെ ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അങ്ങനെ ക്രിസ്തു ശിഷ്യന്മാരെ പറ്റി ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കിയവരെന്ന് പറഞ്ഞ ആ ശ്രേഷ്ഠമായ ഗുണം ശ്രേഷ്ഠമായിട്ട് തന്നെ അന്വർത്ഥമാക്കിയ ഒരു പിതാവായിരുന്നു മാത്യൂസ് തിതിയൻ ബാവ. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കഥകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നില്ല. ഇന്ന് നമ്മളൊക്കെ പ്രസംഗം തയ്യാറാക്കുമ്പോൾ വേദപുസ്തക വാക്യങ്ങളെക്കാൾ പറ്റിയ കഥകൾ എവിടെ കിട്ടും എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നതും കഥകളുടെ പുസ്തകങ്ങൾ കണ്ടുപിടിച്ച് കഥകളാണ് പ്രാധാന്യം, കഥകൾക്കാണ്. എന്നാൽ മാത്യൂസ് തിതിയൻ ബാവ ഇങ്ങനെ കഥകൾക്കല്ല പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇല്ലസ്ട്രേഷൻസിനേക്കാൾ ഉപരിയായിട്ട് ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ആ പുണ്യപിതാവിനെ സ്മരിക്കുമ്പോൾ ഒന്നാമതായിട്ട് ഞാൻ ഓർക്കുന്നത്. രണ്ടാമതൊരു നല്ല സന്യാസിയുടെ ശ്രേഷ്ഠമായ സ്വഭാവം. ഒരു നല്ല സന്യാസി, ഞാൻ ഓർക്കുന്ന നാഗ്പൂർ സെമിനാരി ചാപ്പലിൻ്റെ കുദാശയ്ക്ക് വന്ന് 2 ദിവസം അവിടെ താമസിച്ച് ഇരിക്കുമ്പോൾ ഒരു സമയം എന്നെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് എന്നോട് പറഞ്ഞു, നമ്മൾ സന്യാസിമാരാ, ഞാനൊരു സന്യാസിയാണ്. അങ്ങനെ എന്നോട് പറയാ,
നമ്മൾ സന്യാസിമാരാണെന്ന് പറഞ്ഞിട്ട് എന്നോട് പറയാം ഞാനൊരു സന്യാസിയാണ്, ആ ബോധ്യം എനിക്കുണ്ട്, ആ ബോധ്യം നമുക്കുണ്ടാകണം. പിന്നെ എന്നോട് പറഞ്ഞു ഐ ലീവ് ബൈ ആംസ്. ഞാൻ ധർമ്മം കൊണ്ടാണ് ജീവിക്കുന്നത്, ദാനം കൊണ്ടാണ് ജീവിക്കുന്നത്. സത്യത്തിൽ ആ പിതാവിനെ സ്മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരാവശ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പണം ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. വ്യക്തിപരമായ ഒരു ലക്ഷറിക്ക് വേണ്ടി ആരെങ്കിലും ദാനം കൊടുക്കുന്ന സംഗതികളൊക്കെ ഉപയോഗിക്കുന്നു. അത് വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും വസ്തുക്കളാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും ദാനം കൊടുക്കുന്ന സംഗതികളൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്നു. ഒരു സന്യാസി എന്നുള്ള നിലയിൽ ദാനം കൊണ്ട് ജീവിക്കുന്നു. വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു വസ്തു പോലും പണം കൊടുത്ത് ഉപയോഗത്തിനായി വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് കൂടെ താമസിച്ചിട്ടുള്ള അച്ഛന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സംഗതി പോലും വാങ്ങിച്ചിട്ടുണ്ടാകത്തില്ല, ഒരു വസ്തു പോലും വാങ്ങിച്ചിട്ടുണ്ടാകത്തില്ല. അല്ലെങ്കിൽ വലിയ അത്യാവശ്യമായ സോപ്പും ചീപ്പും അങ്ങനെയുള്ളത് വല്ലതുമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ലക്ഷറിക്ക് വേണ്ടി വസ്ത്രമോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഒരിക്കൽ പോലും പണം കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടാകുകയില്ല. കാര്യം താൻ ഒരു സന്യാസിയാണെന്നുള്ള ബോധം. ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്, ലോകത്തെ ഭക്ഷണങ്ങൾ മുഴുവൻ ആസ്വദിച്ചിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ഒരിക്കൽ പരുമലയിൽ വന്നപ്പോൾ താമസിച്ചു പോയി, ഭക്ഷണമെല്ലാം തീർന്നു. അവിടെ താമസിക്കുകയാണ്, അപ്പോൾ അവിടെ ഭക്ഷണം എല്ലാം തീർന്നു. ചോറ് അധികം വന്നത് പാത്രത്തിലൊഴിച്ച് പച്ചവെള്ളം ഒഴിച്ച് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ തിരുമേനിക്ക് വിശപ്പുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല, പുറത്തുനിന്നൊന്നും വാങ്ങിച്ച് കഴിക്കാറില്ലല്ലോ. ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചു, ഇല്ലെന്ന് പറഞ്ഞു. ഒന്നുമില്ല എടാ, ഒന്നുമില്ല. അപ്പോൾ ചോറ് പച്ചവെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്, പച്ചവെള്ളം ഒഴിച്ച ചോറ് അത് കൊണ്ടുവന്ന് പാത്രത്തിലിട്ട് ഉപ്പിട്ട് അത് ഞെവിടി കഴിച്ചു. അത്താഴം കഴിച്ച അതാണ്. അതിനകത്തൊരു അസംതൃപ്തിയില്ല, പുറത്തുപോയി വാങ്ങിക്കാനോ ഒന്നും ആവശ്യപ്പെട്ടില്ല. അത് ഭംഗിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷത്തോടെ കഴിച്ചിട്ട് പറഞ്ഞു, എന്തൊരു സ്വാദ്. ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാക്കുന്നത് വിശപ്പാണല്ലോ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. അത് അദ്ദേഹത്തിൽ നിന്നാണ് നമ്മൾ വിശപ്പാണ് ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. നാം ചേർക്കുന്ന മസാലയും അതിനെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ ചെയ്യുന്ന സാധനങ്ങളൊന്നുമല്ല സത്യത്തിൽ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. വിശപ്പാണ് ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇതൊരു സന്യാസിയുടെ പ്രത്യേകതയാണ്. ലോകത്തെ എല്ലാ ഭക്ഷണങ്ങളും ആസ്വദിച്ചിട്ടുള്ള ആളാണ്. എല്ലാ മുന്തിയതരം ഭക്ഷണങ്ങളുടെയും ഒരു സന്യാസിക്ക് ചേർന്ന ഭക്ഷണങ്ങളെല്ലാം ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ദാനം ഭക്ഷണമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും സിമ്പിളായിട്ടുള്ള വളരെ ലളിതമായ ഭക്ഷണം താല്പര്യത്തോടെ കഴിക്കുവാനുള്ള സന്യാസിയുടെ ഗുണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സന്യാസിക്കുള്ള എല്ലാ ഗുണങ്ങളും, രഹസ്യ പ്രാർത്ഥനകളും. ഞാൻ ഈ കാറിൽ കുറച്ചുനാൾ തിരുമേൻ്റെ കൂടെ നടന്നപ്പോൾ, കാറിൽ യാത്ര ചെയ്തപ്പോൾ നമ്മൾ വളരെ ക്ഷീണിച്ചു പോയ രഹസ്യ പ്രാർത്ഥനകളൊക്കെ നമ്മളെ കൊണ്ട് ചൊല്ലിക്കുമല്ലോ. നമ്മൾ മയക്കത്തിലായിരിക്കും, പക്ഷേ ഒരെണ്ണം തെറ്റിയാൽ, ഒരു വാക്ക് തെറ്റിയാൽ തിരുമേനി കറക്റ്റ് ചെയ്യും. രഹസ്യ പ്രാർത്ഥനകൾ ഒരു വാക്ക് തെറ്റിയാൽ അത്രമാത്രം സൂക്ഷ്മതയോടെ. എന്ന് മാത്രമല്ല, നമുക്കറിയാം പ്രാർത്ഥനകൾക്ക് വരുമ്പോൾ, സന്ധ്യാനമസ്കാരം നടത്താൻ വരുമ്പോൾ ശിലീബാ നമസ്കാരം കാണാതെ എത്രയോ വർഷം കൊണ്ട് ചൊല്ലുന്നയാ. പുസ്തകമെടുത്ത് നിവർത്ത് വെച്ച് നോക്കി, അതിൽ നോക്കി മാത്രമേ ചൊല്ലാറുള്ളൂ. അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ഒരു സന്യാസിയുടെ കണ്ണ് പ്രാർത്ഥനാ സമയത്ത് മറ്റൊരിടത്തും പോകാൻ പാടില്ല. അത് വേദപുസ്തക പ്രാർത്ഥനാ പുസ്തകത്തിൻ്റെ വരികൾക്കുള്ളിൽ തന്നെ ആയിരിക്കണം എന്ന്. ഒരു സന്യാസിയുടെ കണ്ണ് ഒരിക്കലും പ്രാർത്ഥനാ സമയത്ത് മറ്റൊരിടത്തോടും പരതാൻ പാടില്ല, അത് പുസ്തകത്തിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത്. സന്യാസ പ്രസ്ഥാനങ്ങൾ തുടങ്ങാൻ ഈ ഭദ്രാസനത്തിൻ്റെ ചുമതലയിലായിരുന്നപ്പോഴാണല്ലോ 9 സന്യാസ ആശ്രമങ്ങൾ, 9 ആശ്രമങ്ങളും 7 കോൺവെന്റും അദ്ദേഹം തുടങ്ങി. എത്രമാത്രം ദേറാജീവിതം ആസ്വദിച്ചു, സന്തോഷിച്ചു. അതിലേക്ക് അനേകരെ കൊണ്ടുവരുവാൻ തക്കവണ്ണം 9 സന്യാസ ആശ്രമങ്ങൾ സ്ഥാപിക്കുവാൻ തക്കവണ്ണം ആ പിതാവിന് സാധിച്ചു. സന്യാസ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ, അമൃതകം എന്ന് പറഞ്ഞ് കൊല്ലം ഭദ്രാസനം അന്തോണിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ
അദ്ദേഹത്തിൻ്റെ സ്മരണിക ഇറക്കിയിട്ടുണ്ടല്ലോ. ഞാനത് ഈ കഴിഞ്ഞ ദിവസം ഇരുന്ന് വായിച്ചു, കുറച്ച് ഭാഗമൊക്കെ വായിച്ചു. അതിൽ ഒരു സന്യാസിക്ക് വേണ്ട ഗുണം അദ്ദേഹം എടുത്തു പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 25-ാം വാക്യത്തിൽ കർത്താവ് നിത്യജീവനെ പ്രാപിക്കാൻ വന്ന മനുഷ്യനോട് പറഞ്ഞ വാക്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതെന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതെന്ന് യേശുക്രിസ്തുവിനോട് ചോദിച്ച മനുഷ്യനോട് കർത്താവ് പറഞ്ഞ മറുപടി, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി നീ സ്നേഹിക്കണം. ഒരു സന്യാസി ഈ കൽപ്പന, അത് അവൻ്റെ എല്ലാ പൂർണ്ണതയും കർത്താവിൽ തന്നെ ആയിരിക്കണം. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശരീരത്തോടും പൂർണ്ണ ശക്തിയോടും എല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവന് മാത്രമേ സന്യാസിയാകുവാൻ പാടുള്ളൂ എന്ന് പറയുന്നു. നിത്യജീവനെ പ്രാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന സാമുവേൽ ചന്ദനപ്പള്ളി ആ പുസ്തകത്തിൽ കോട്ട് ചെയ്തത് ഞാൻ കുറിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, ആകയാൽ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ യേശു തമ്പുരാൻ അരുളി ചെയ്യുന്നതായ വചനങ്ങൾ അനുസരിക്കണം. ചില ആളുകൾ ദ്രവ്യാഗ്രഹികളാണ്, ചില ആളുകൾ അസൂയക്കാരാണ്, ചില ആളുകൾ കള്ളം പറയുന്നവരാണ്. നിങ്ങളും ഞാനും ഇതേപോലുള്ള നമ്മുടെ കുറവുകളെല്ലാം അറുത്ത് മുറിച്ചു മാറ്റണം. യേശുവേ യേശുവേ. സാധാരണ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ അങ്ങനെയാണല്ലോ, 2 പ്രാവശ്യവും 3 പ്രാവശ്യമൊക്കെ പറയും. യേശുവേ യേശുവേ, നീ ഞങ്ങളെ വിശുദ്ധരാക്കണമേ, ഞങ്ങളുടെ കുറവുകളെ പരിഹരിക്കണമേ, ഞങ്ങളുടെ ബലഹീനതകളെ വെട്ടിമുറിച്ച് കളയണമേ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കട്ടെ, നീ എന്നോട് കൂടെ ഇരിക്കട്ടെ, ഞാൻ നിന്നിലായിരിക്കട്ടെ, നീ എന്നിലായിരിക്കട്ടെ. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. സന്യാസ ജീവിതത്തിൻ്റെ ഏറ്റവും ക്രിസ്തുവിലായിരിക്കുന്ന, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും ക്രിസ്തുവിലായിരിക്കുന്ന ആ അനുഭവമാണ് തൻ്റെ സന്യാസവ്രതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അദ്ദേഹം കാത്തു സൂക്ഷിച്ച സംഗതി എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. രണ്ടാമതായിട്ട് ഞാൻ ആ പുണ്യപിതാവിനെ സ്മരിക്കുമ്പോൾ ഓർത്ത സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത എന്നുള്ളത്. മൂന്നാമത്, ഇതര മതവിശ്വാസികളോടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, വളരെ ശക്തമായിട്ട് തന്നെ ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളോട് പറഞ്ഞു, എ ക്രിസ്ത്യൻ ഈസ് സംബഡി ഹു ഈസ് അനോയിൻറ്റഡ് എന്ന് പറഞ്ഞ തിരുമേനി എല്ലാ മതവിശ്വാസികളെയും എല്ലാവരെയും ഒരുപോലെ കാണുമായിരുന്നു, എല്ലാവരെയും ബഹുമാനത്തോടെ കാണുമായിരുന്നു. ആരും നീചജന്മമില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകളിലൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ മറ്റുള്ളവരെ നാം കാണാറുണ്ട്. ഒരു മനുഷ്യൻ പോലും ഉറുമ്പിനും ഉമ്പർമങ്കയ്ക്കും തമ്മിൽ ഭേദം കാണാതിരിക്കുക എന്ന് കേട്ടിട്ടില്ലേ? ഉറുമ്പിനും ഉമ്പർമങ്കയ്ക്കും, ഉറുമ്പും ദൈവത്തിൻ്റെ ഓരോ പുഴുവും ആ നസ്രായക്കാരൻ്റെ സഹോദരനാണെന്ന് കാണുക എന്ന് പറയുന്നു. ഓരോ പുഴുവും ഉറുമ്പിനും ഉമ്പർമങ്കയ്ക്കും തമ്മിൽ ഭേദം കാണാതിരിക്കുക, ഓരോ പുഴുവും ആ നസ്രായക്കാരൻ്റെ സഹോദരനാണെന്ന് കാണുക, എല്ലാറ്റിനെയും ബഹുമാനിക്കാൻ. അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിച്ചു. അന്തോണിയോസ് തിരുമേനി അമൃതകം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, കൊല്ലം അതിരൂപതയുടെ കത്തോലിക്ക ലാറ്റിൻ മെത്രാപ്പൊലിത്തയായിരുന്ന ജെറോം തിരുമേനിയെ മൂത്ത ജ്യേഷ്ഠൻ വല്യേട്ടൻ എന്നാണ് വിളിക്കുന്നത്, വല്യേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അന്തോണിയോസ് തിരുമേനി ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ എൻ്റെ ഇടവപ്പള്ളിയിൽ ഒരിക്കൽ അന്ന് മാത്യൂസ് തിരിയൻ ബാവ വന്നപ്പോൾ ഏതോ ഒരു ചടങ്ങിന് വന്നതാണ്. തിരുമേനി കുറച്ച് നേരത്തെ വന്നു. വൈകിട്ട് സന്ധ്യാ നമസ്കാരമൊക്കെ തുടങ്ങുന്നതിന് കുറച്ചധികം നേരത്തെ തിരുമേനി വന്നു. തിരുമേനി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് പുത്തൂരിലുള്ള പോസ്റ്റ് ഓഫീസൊക്കെ കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വരുന്ന ഹിന്ദുക്കളും അവിടെയുള്ള ഒരുപാട് മനുഷ്യർ ഈ തിരുമേനി വന്ന് കണ്ടിട്ട് പോകുന്നു. അവരൊന്നും സംസാരിക്കുന്നൊന്നുമില്ല. തിരുമേനി ഞാനിപ്പോൾ അവിടെ കയറി വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്ന്? അവർ ഹിന്ദുക്കളുമൊക്കെയാണ്. അതെ, ബാബാ തിരുമേനി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞൊന്ന് കാണാൻ വന്നതാണ്. അവരടുത്ത് വന്ന് ജസ്റ്റ് കണ്ടിട്ട് പോവുക. അദ്ദേഹം എല്ലാവരെയും ബഹുമാനിക്കുന്നു, എല്ലാവരും അദ്ദേഹത്തെയും ബഹുമാനിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കാൻ സാധിക്കുന്ന, എല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കാൻ ആദരിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം. നാലാമതായിട്ട് സമയാഴ്ച
നാലാമതായിട്ട് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ദർശനം. നമുക്കറിയാമല്ലോ, ഈ ഭദ്രാസനത്തിൻ്റെ ചുമതലയിലായിരുന്നപ്പോൾ തന്നെ എത്രയെത്ര സ്ഥാപനങ്ങളാണ്, അനേകം സ്ഥാപനങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി അദ്ദേഹം തുടങ്ങി. കോളേജുകൾ, സ്കൂളുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, 36ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. 36ഓളം. ആർക്ക് സാധിക്കും? ഞങ്ങളൊക്കെ മെത്രാച്ചന്മാരായിട്ട് ഒരു സ്ഥാപനമൊക്കെ നടത്താൻ ഇങ്ങനെ പാടുപെടുക. 36ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി ഈ ഇവിടെ ചെയ്യുവാൻ തക്കവണ്ണം അവിടെ ജോലി ചെയ്യുന്നവർ, അവിടെ പഠിക്കുന്നവർ, അതുമായി ബന്ധപ്പെടുന്നവർ, അവരുടെ ജീവിതത്തെ എത്രമാത്രം ഈ സ്ഥാപനങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ സാമൂഹ്യ ദർശനമാണ് അദ്ദേഹത്തിൻ്റെ. ഇതിനെല്ലാം തന്നെ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ എല്ലാ സാമൂഹ്യ ബന്ധങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സാമൂഹ്യ ബന്ധങ്ങളും, രാഷ്ട്രീയമായിട്ടാണെങ്കിലും സാമൂഹ്യമായിട്ടാണെങ്കിലും എല്ലാവരോടും നല്ല ബന്ധം പുലർത്തുവാൻ. നമുക്കറിയാം, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ കാണുന്ന. ഒരിക്കൽ തിരുമേനിയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ വടക്കുള്ള ഒരു പള്ളിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് ഓഫീസറെ വിളിക്കണം. രാത്രി 12 മണിയായി. 3-4 പേരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ എൻ്റെ നമ്പർ എൻ്റെ കയ്യിൽ തന്നു. ഞാനത് ഡയൽ ചെയ്തിട്ട് തിരുമേനിക്ക് കൊടുത്തു. അപ്പോൾ ഫോൺ എടുത്തു. സംസാരം ഇങ്ങനെയാണ്: എടാ മൊയ്തീനെ, അങ്ങനെയാണ് പറയുന്നത്, എടാ മൊയ്തീനെ, എൻ്റെ 4 ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊരു പോലീസ് ഓഫീസറാണ്, മുസ്ലിമാണ്. എന്ത് സ്വാതന്ത്ര്യമാണ്! അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ബന്ധങ്ങൾ ഈ ഈ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ തക്കവണ്ണം എത്രമാത്രം. അന്തോണിയോസ് തിരുമേനി അമൃതകം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ചവറ മധുസൂദനൻ പിള്ള എന്ന് പറയുന്ന ഒരാളുടെ കൊലക്കേസിൽ പ്രതിയായ ആളെ വധശിക്ഷയ്ക്ക് സുപ്രീം കോടതി വിധിച്ചപ്പോൾ ദയാഹർജി, പ്രസിഡന്റിന് ദയാഹർജി കൊടുക്കുന്നതിൽ ആദ്യമായിട്ട് ഒപ്പിടുകയും അങ്ങനെ ആ മനുഷ്യനെ, ആ കൊലപാതകിയെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ തക്കവണ്ണം തിരുമേനി ചെയ്ത പ്രവർത്തനങ്ങൾ. മണക്കാലയിൽ കനാല് പണി, അല്ല ഞാൻ അന്തോണീസ് തിരുമേനിയുടെ കടമെടുത്ത് പറയുന്നത്. മണക്കാലയിൽ കനാല് പണിയുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ശ്രമിച്ചപ്പോൾ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി പള്ളികൾക്ക് കൽപ്പന അയച്ച് ഈ പൊതുസമൂഹത്തിൽ പൊതുജന നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒരിക്കലും വിസ്മരിക്കുവാൻ സാധ്യമാകുന്നതല്ല എന്ന് മാത്രമല്ല, നാം ഓരോരുത്തരും പഠിക്കുകയും അതൊക്കെ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം യത്നിക്കുകയും ചെയ്യേണ്ട സംഗതികളാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ദർശനം, സമൂഹത്തോട് സാമൂഹ്യ ബന്ധം. അതിനെപ്പറ്റി അദ്ദേഹം പറയുന്നത് ഇന്നിപ്പോൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ട, ഏവൻഗേലിയൻ വായിച്ചു കേട്ട കഥയുണ്ടല്ലോ, താലന്തുകളുടെ ഉപമയാണ് തിരുമേനി തന്നെ പറയുന്നത്. എന്തുകൊണ്ട് ഇത്രയും വിശാലമായ പ്രവർത്തനങ്ങളിൽ, എല്ലാ സമസ്ത മേഖലകളിലും ഈ വിശാലമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഇതാണ്: താലന്തുകളുടെ ഉപമയാണ്. 5-10 ലഭിച്ചവനോട് 10 ചോദിക്കും എന്നുള്ളത്. 5 ലഭിച്ചവനോട് കൂടുതൽ ചോദിക്കല്ല, പക്ഷെ 5 ചോദിക്കും എന്നുള്ളത്. അപ്പൊ 10 ലഭിച്ചവനോട് 10 ചോദിക്കും എന്നുള്ള ബോധ്യത്തിൽ ജീവിച്ചാൽ, 10 ലഭിച്ചവനോട് 10 ചോദിക്കുമെന്നുള്ള ബോധ്യത്തിൽ ജീവിച്ചാൽ നാം അറിയാതെ ഇതിലൊക്കെ ഏർപ്പെട്ടു പോകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും സ്കൂളുകളും കാര്യങ്ങളുമൊക്കെ തനിക്ക് ലഭിച്ചിരിക്കുന്നത് ചോദിക്കും എന്നുള്ള ഒരു ബോധ്യം. അതാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ദർശനത്തെ, സാമൂഹ്യ കാഴ്ചപ്പാടുകളെ കരുത്തേകിയ വേദഭാഗം എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. അദ്ദേഹത്തിൻ്റെ അധികാര സങ്കല്പം, മലങ്കര സഭയുടെ പരമോന്നത സ്ഥാനത്തിരുന്ന പിതാവാണ്. മലങ്കര സഭയുടെ പരമോന്നത സ്ഥാനത്തിരുന്ന പിതാവാണ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഉപയോഗിക്കുന്ന പദങ്ങൾ എങ്ങനെയുള്ളതാണ് എന്നുള്ളത്. അധികാരം, സ്നേഹം, സേവനം. അധികാരം, സ്നേഹം, സേവനം, ഇത് മൂന്നും ഒന്നിച്ചു പോകുന്ന പദങ്ങളല്ല എന്നാണ് നമ്മുടെയൊക്കെ കാഴ്ചപ്പാട്. അധികാരികളുടെ കൂടെ സ്നേഹവും സേവനവും ഉണ്ടാകുകയില്ല. ഇത് മൂന്നും ഒന്നിച്ചു പോകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അധികാരം സുഗമമാകണമെങ്കിൽ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ചിന്തകളെ മാറ്റിവെച്ചെങ്കിൽ മാത്രമേ അധികാരിക്ക്
ഭരണം ഭംഗിയായി നടത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടിലാണ് നമ്മളൊക്കെ സാധാരണ അധികാരം കൈയാളുന്നത്. അതിന് വ്യത്യസ്തമായിട്ട് ലോകത്താദ്യമായിട്ട് ചിന്തിച്ച ആളാണ് യേശു ക്രിസ്തു. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ കർത്താവ് അത് പറയുന്നുണ്ട്. വിജാതീയരുടെ ഭരണകർത്താക്കന്മാർ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ഇനി നിങ്ങൾ മാത്യൂസ് ദിദിയൻ ബാവായെ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഈ വാക്യം, ഈ പഠിപ്പിക്കലുകൾ അതേപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ, ബലഹീനനായ എന്ന പദം എപ്പോഴും ഉപയോഗിക്കുന്നു. നിങ്ങളുടെ ദാസൻ എന്നുള്ള പദം മണ്ടൻ എന്ന് എപ്പോഴും പറയുന്നു. തന്നെ തന്നെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. മലങ്കര സഭയുടെ ഏറ്റവും പരമോന്നത പീഠത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഏറ്റവും ചെറിയവനാണ്, ഞാൻ മണ്ടനാണ് എന്ന് പരസ്യമായിട്ട് പറയുന്നു. അത് ക്രിസ്തുവിൻ്റെ അധികാര സങ്കല്പത്തെ അത് മുഴുവൻ ഹൃദയത്തിൽ വഹിച്ച ആളാണ്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹിപ്പോ ബിഷപ്പായിരുന്ന സെന്റ് അഗസ്റ്റീൻ അദ്ദേഹം ജനത്തോട് പറയുമായിരുന്നു, നിങ്ങളോടൊപ്പം ഞാനൊരു ക്രിസ്ത്യാനി, നിങ്ങളോടൊപ്പം ഞാനൊരു ക്രിസ്ത്യാനി, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു മെത്രാനും. നിങ്ങളോടൊപ്പം ഞാനൊരു ക്രിസ്ത്യാനി, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു മെത്രാനും. അങ്ങനെ നമ്മളിലൊരാളായി വലിയ സ്ഥാനത്തിരിക്കുമ്പോഴും ഈ ഭൂമിയിൽ വലിയ കാര്യങ്ങൾ ചെയ്തപ്പോഴും വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തപ്പോഴും തൻ്റെ അധികാര സങ്കല്പം എന്ന് പറയുന്നത് ക്രിസ്തു പഠിപ്പിച്ച എളിയ ദാസൻ്റെ ശുശ്രൂഷ ചെയ്ത് എപ്പോഴും ഞാൻ ബലഹീനനാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ മുഴുവൻ ആ ശ്രേഷ്ഠമായ ഗുണം കാത്തു സൂക്ഷിച്ച പിതാവാണ് മാത്യൂസ് ദിദിയൻ ബാവ. മാത്യൂസ് ദിദിയൻ ബാവയെ പറ്റി നമുക്ക് വി ക്യാൻ സ്പീക്ക് വോളിയംസ് ആൻഡ് വോളിയംസ്. ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് പറയാൻ സാധിക്കും. എല്ലാവരുടെയും ഹൃദയത്തിൽ എൻ്റെ ഓർമ്മകളല്ല നിങ്ങളുടെ ഓർമ്മകൾ, എല്ലാവർക്കും വ്യത്യസ്തമായ ഓർമ്മകൾ, അതെല്ലാം ശ്രേഷ്ഠമായ ഓർമ്മകൾ കാഴ്ചവെച്ച് ഈ ഭൂമിയുള്ളിടത്തോളം കാലം ഓർമ്മകൾ ഉണ്ടാകുവാൻ തക്കവണ്ണമുള്ള സ്മരണകൾ അവശേഷിപ്പിച്ച് പിതാവാം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് വിശ്രമിക്കുന്ന ആ പുണ്യപിതാവ് നമുക്കേവർക്കും മധ്യസ്ഥനായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി എനിക്ക് ഇവിടെ ഈ അവസരം തന്നതിനുള്ള സന്തോഷം അഭ്യന്തനായ അന്തോണിയോസ് തിരുമേനിയോടും കെ ടി വർഗീസ് അച്ഛനോടും അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.